മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിയെ കണ്ടെത്തി. കീഴാറ്റിങ്ങലിൽ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. തടഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടിയെ പോലീസ് എത്തിയ ശേഷമാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഗുണ്ടാ സംഘത്തിലെ 2 പേർ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. അഷിൻ ഡിയാഗോ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അഷിൻ, വൈകുന്നേരത്തോടുകൂടി 7 മണിയോടുകൂടിയാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നത്. ഇതിന് പിന്നിൽ ലഹരി മാഫിയ സംഘമാണെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം സ്ഥിരീകരിക്കാമത്? പോലീസ് എന്താണ് പറയുന്നത്? അപർണ, ഇന്ന് രാത്രി 7:45 ആഷിഖിനെ 4 സംഘം കാറിലെത്തി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ശേഷം ബലമായി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ കുട്ടിയുമായി ഈ കാറിൽ ഇവർ കീഴാറ്റിങ്ങലിലേക്കാണ് പോയത്. അപ്പോൾ തന്നെ പോലീസിന് ഇത്തരത്തിൽ വിവരം ലഭിച്ചിരുന്നു. കീഴാറ്റിങ്ങലിലേക്കാണ് ഈ കുട്ടിയുമായി പോയത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. അവിടെ വെച്ച് ഈ വാഹനത്തിന് പുറകെ എത്തിയ പോലീസ് സംഘം, മംഗലപുരം പോലീസാണ് ഈ പ്രതികളെ പിടികൂടുന്നത്. അവിടെ റബ്ബറിൻ തോട്ടത്തിൽ, കീഴാറ്റിങ്ങലിൽ റബ്ബറിൻ തോട്ടത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു ഈ ആഷിഖിനെ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ സ്ഥലത്തിന്, സ്റ്റേഷന് പുറത്ത് ഈ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസുമായി ചെറിയ രീതിയിലൊരു വാക്കുതർക്കവും ഉണ്ടായിരുന്നു. ഈ പോലീസ് പറയുന്നതനുസരിച്ച് ലഹരി സംഘം തന്നെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെയും ഈ കുട്ടിയെ ഇത്തരത്തിൽ ഈ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു. ശനിയാഴ്ചയാണ് 2 അംഗ സംഘം ബൈക്കിലെത്തി ഈ കുട്ടിയെ കയറ്റി കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ ന്യായമാണ്? കുഴപ്പമെന്താ സാർ? ഞങ്ങളെ വീട്ടിലുള്ള കുഞ്ഞ്, ഞങ്ങളുടെ പ്രദേശത്തുള്ള കുഞ്ഞ് 15 വയസ്സാണ് ആയത്. ആറ്റിങ്ങൾ അവൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. ആ 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പോയിട്ട് മടങ്ങിയെത്തുമ്പോൾ ഇതേ കണക്ക് ഒരു വാഹനത്തിൽ വന്ന് അവനെ തട്ടിക്കൊണ്ടുപോയി. അവനെ മൃഗീയമായി ഉപദ്രവിച്ചു. ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്ന അവനെ ലഹരി പദാർത്ഥം പോലും അവനെ ഉപയോഗിക്കാൻ നൽകി. പരാതി പോലീസ് സ്റ്റേഷനിൽ മാതാവും അതിന്റെ ആ കുഞ്ഞിന്റെ മാതാവും എല്ലാവരും കൂടെ, മാമനും കൂടി. അച്ഛനും അമ്മയും ഗൾഫിലല്ലേ? അച്ഛനും അമ്മയും ഗൾഫിലാണ്. വീട്ടിൽ സംരക്ഷിക്കുന്ന കുട്ടിയുടെ അമ്മയുടെ അനിയത്തിയും മാമനും ഒക്കെയാണ്. അവർ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. കുഞ്ഞ് ആ വീടുകൾ കൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്നെ തട്ടിക്കൊണ്ടുപോയവരുടെ വീട് കൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് ന്യായമായ നടപടി ഉണ്ടായില്ല. എങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരം ഏകദേശം 7:30 മണിയായപ്പോ കുഞ്ഞ് ട്യൂഷന് പോയിട്ട് മടങ്ങിയെത്തുമ്പോ വീടിന് തൊട്ട് മുൻപ് എത്താനായപ്പോ ഇതേ കണക്ക് ഒരു കാറിൽ വന്നു, ഒരു സ്വിഫ്റ്റ് കാറിൽ വന്ന് കുറെ ഗുണ്ടകളാണെന്ന് തോന്നുന്നു അവനെ തട്ടിക്കൊണ്ടുപോയി. ഇതുവരെ ഇപ്പൊ പോലീസ് പറയുന്നത് അവനെ മെഡിക്കൽ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടാക്കുമെന്നാണ് പറയുന്നത്. എന്ത് ന്യായമാണത്? ഇതെന്ത് ന്യായമാണ് സാറേ? ഇനി അവനെ ആംബുലൻസിലായിരിക്കും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടാക്കുന്ന. ആകെ രക്ഷകർത്താക്കൾക്ക്, സംരക്ഷിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ആശങ്കയില്ലേ ഇങ്ങനൊരു കുഞ്ഞിനെ കാണാതായതിന്? ഞങ്ങൾക്ക് പേടിയില്ലേ സാറേ? എന്തായാലും അപർണ, ഇപ്പോൾ കുട്ടിയെ ഈ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഇടപെടൽ അത് കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഇവിടെ പുറത്ത്, ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് ഒരു പ്രതിഷേധം പോലെ ഇവിടെ നിൽക്കുന്നത്. കാരണം നേരത്തെയും ഈ കുട്ടിയെ സമാന രീതിയിൽ 2 അംഗ സംഘം ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയതാണ്. അന്ന് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ, അതായത് അമ്മൂമ്മ മാത്രമാണ് ഈ കുട്ടിക്കുള്ളത്. ബാക്കി അച്ഛനും അമ്മയും ഒക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ആ സമയത്ത് ഇവർ ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇത് പരാതി നൽകാനായി മംഗലാപുരം സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് പോലീസ് കാര്യമായി ഇടപെട്ടില്ല എന്നൊരു ആരോപണം കൂടിയുണ്ട്. അങ്ങനെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം അത് ആവർത്തിക്കില്ലായിരുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല, അതും ഈ നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതികളെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. പ്രതികളെ നിലവിൽ ഇപ്പോൾ 2 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. 4 പേരായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ 2 പേരെ മാത്രമാണ് പോലീസിന് പിടികൂടാനായത്. ബാക്കിയുള്ളവർ ഈ തട്ടിക്കൊണ്ടുപോയ കാറിൽ, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിൽ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഈ പിടിയിലായ നേതാക്കളെ പോലീസ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വീട്ടിലേക്ക് അയക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ, അതായത് എന്തുകൊണ്ട് ഇവരെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ല, ഈ പ്രതികളെ നേരത്തെ ലഭിച്ച പ്രതികളെ എന്തുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ ഇവരുടെ പരാതിയിൽ നേരത്തെ നടപടിയെടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ കൃത്യമായ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവ്യക്തത
അവ്യക്തതകളുണ്ട്. കാരണം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം അതിലാണ് ഇപ്പോഴും ഒരു വ്യക്തത വരുത്തേണ്ടത്. കാരണം നേരത്തെ ഇത്തരത്തിൽ ഈ കുട്ടിയെ ശനിയാഴ്ച രണ്ടുപേർ ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയ ശേഷം ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് മർദ്ദിക്കുകയും അവിടെ വെച്ച് കഞ്ചാവടക്കമുള്ള ലഹരി വസ്തുക്കൾ നൽകി ഈ കുട്ടിയെ മയക്കിക്കെടുത്താൻ ശ്രമിച്ചതായും പരാതി നൽകിയിരുന്നു. പക്ഷെ അന്ന് പോലീസ് കൃത്യമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ട്യൂഷൻ കഴിഞ്ഞ് 7:30യോടുകൂടി വീട്ടിലേക്ക് എത്തിയ ഈ ആഷിഖിനെ 4 അംഗ സംഘം കാറിലെത്തി തട്ടിക്കൊണ്ടു പോകുന്നത്. എന്തായാലും പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൽ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. അഷിൻ ഡിയാഗോ ആണ് ആ വിവരങ്ങൾ നൽകിയത്.